ഇനി മഴ വാർത്തകളിലേക്ക് പോകാം. ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കല്ലാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ജനവാസ മേഖലയിലെത്തി. വണ്ടിപ്പെരിയാറിലും കക്കികവലയിലും വെള്ളം കയറി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, മഴ വീണ്ടും വില്ലനാവുകയാണോ? ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നു. ആശങ്ക എത്രത്തോളമുണ്ട്? എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്? രാത്രി അസാധാരണമായ മഴയാണ് പെയ്യുന്നത്. കുമളി ചെടിക്കട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. മലയോര മേഖലയിൽ പരക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വെസ്റ്റ് പ്രദേശത്തും അതുപോലെ തന്നെ മലപ്പുറങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി മാത്രം രാത്രി പുറത്തോടുകൂടി മുല്ലപ്പെരിയാർ ഡാമിന്റെ 70,000 ഘനയടിയോളം വെള്ളം സെക്കൻഡിൽ ഒഴുകിയെത്തി എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്നാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ ഡാം രാവിലെ 8 മണിയോട് തുറക്കുമെന്നുള്ള ഒരു അറിയിപ്പ് തമിഴ്നാട് നൽകുന്നത്. രാവിലെ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ 9 മണിയോട് കൂടിയാണ് ഈ ഷട്ടറുകൾ തുറന്നത്. 3 ഷട്ടറുകൾ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. നിലവിൽ ഈ ജനവാസ മേഖലയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം എത്തി. ആദ്യം വള്ളക്കടവ് മേഖലയിലാണ് വെള്ളം എത്തിയത്. ഇതിനെ തുടർന്ന് വണ്ടിപ്പെരിയാറിലേക്ക് പോകും. ഈ പെരിയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാത്ത ഒരു സാഹചര്യമുണ്ട്. പെരിയാറിലെ ജലനിരപ്പ് ഒഴുക്ക് കുറവാണ്. ഈ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ മഴ ഇനിയും ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്നും നിലവിൽ തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം മേഖലയിൽ വ്യാപക നാശനഷ്ടം ഈ മഴയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ തോടുകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞൊരു സാഹചര്യമുണ്ടായി. ഈ കല്ലാർ ഡാം ഇതിലെ ഏറ്റവും ചെറിയ ഡാമാണ്. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടുകൂടിയാണ് ഈ കല്ലാർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഈ വാഹനങ്ങളെല്ലാം തന്നെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കല്ലാർ അതുപോലെ തന്നെ കൂട്ടാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ട്രാവലറും അതുപോലെ കാറും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഈ ഒഴുക്കിൽ പെട്ടത്. ഏതാനും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കുമളി മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും അഞ്ച് ആളുകൾ ഈ വീടിനുള്ളിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശവാസികൾ ഇടപെട്ടവരെ രക്ഷിക്കുകയും ചെയ്തു. നിലവിൽ ഇവരെ കുമളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുന്നറിയിപ്പ് തുടരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. പ്രശ്നം ഗുരുതരമാണ്. ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കല്ലാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ജനവാസ മേഖലയിലെത്തി. വണ്ടിപ്പെരിയാറിലും കക്കികവലയിലും വെള്ളം കയറി. സുബിൻ തോമസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.